രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്താ തപ്പി നടക്കണമെന്നറിയോ? ഫ്ലാസ്ക്. അതിനുശേഷം എന്താ കണ്ടുപിടിച്ചു, കഴുകി കാപ്പിക്ക് വെച്ചു കേട്ടോ. കാപ്പി നന്നായിട്ട് തിളച്ച് പൊടിയിട്ടു. അതിനുശേഷം രാവിലെ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. മുട്ട പുഴുങ്ങാൻ വെച്ചു. 3 മുട്ട എടുത്തു. എനിക്ക് രാവിലെ ഉപയോഗിക്കാനും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുമായിട്ടാണ്. അതിനുശേഷം ചപ്പാത്തി പരത്തി. രാവിലെ എനിക്ക് ചപ്പാത്തിയോട് ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള സവാളയും പച്ചമുളകൊക്കെ ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു അരിയാനായിട്ട്. പിന്നെ പച്ചമാങ്ങ എന്ന് വെച്ചാൽ പേരയ്ക്കമാങ്ങ ഇച്ചിരി ഉപ്പും മുളകും വെച്ചു. അത് വൈകിട്ട് വന്നിട്ട് കഴിക്കും. ഇപ്പോൾ ദാ എനിക്ക് രാവിലെ തന്നെ ചൂടെടുക്കുന്നു. ഞാനപ്പോൾ കുറച്ച് ഐസ്ക്രീം കഴിച്ചു. പിന്നെ രാവിലെ കൊണ്ടുപോകാനായിട്ട് ഒരു തക്കാളി ചോറ് വയ്ക്കാമെന്ന് വെച്ചു. അതാകുമ്പം പെട്ടെന്ന് കുക്കറിലിട്ട് അടിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടി സവോള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് അരിയുവാണേ. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ അറിയില്ല. അതിനുശേഷം പപ്പടമുണ്ട്, തൈരുമുണ്ട്. അപ്പം ഇതാ ആവശ്യമുള്ള 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. എനിക്ക് അത് മതി കൊണ്ടുപോകാനായിട്ട്. ഞാൻ നന്നായിട്ടത് വാഷ് ചെയ്തു. അതിനുശേഷം കുക്കറെടുത്തു. കുക്കർ ഇച്ചിരി ലൂസായിരുന്നു. ഞാനതൊന്ന് മുറുക്കി നന്നായിട്ട് കുക്കർ മുറുക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചു. ഇച്ചിരി നെയ്യ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകവും കറുവപ്പട്ടയും ഗ്രാമ്പും അതൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട്. എല്ലാം എറിഞ്ഞു. അതിനുശേഷം എന്താ ഒരു വറ്റൽമുളക് ഒടിച്ചിട്ടു. അത് നന്നായിട്ട് ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും മൂത്ത് വരുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിനുശേഷം ഇത് അരിഞ്ഞ് വെച്ച തക്കാളിയും സവോള എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി നന്നായിട്ട് ഇളക്കണം കേട്ടോ. കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കിനും നമ്മുടെ പൊടികൾ, ഞാൻ ഇതിൽ വലിയ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഇത്രയും ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നവരെ വഴറ്റി കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് കഴുകി വെച്ച് നന്നായിട്ട് കുതിർത്ത് വെച്ചാണ്. അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി സമയം ഉണ്ടെന്ന് വെച്ച് ദോശയൊക്കെ പിടിച്ചു. അതിനിടയ്ക്ക് ഇതാ എൻ്റെ 1 കപ്പ് അരി ഞാൻ ഇതിലേക്കിട്ടു. അത് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് ഒന്ന് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി, കുറച്ച് ഉപ്പും കൂടി ഇടാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതാ ഈ ഒരു പരുവം. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അപ്പം ഇതാ ഇതുപോലെയായി. ഇത് നമ്മുടെ സാധാരണ പൊന്നിയരി കേട്ടോ. എനിക്ക് അതേ സമയം കിട്ടുള്ളൂ. വലിയ ബിരിയാണി റൈസ് ഒന്നും ഇടാൻ പറ്റില്ല. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതാ ഇത് കണ്ടോ. വീണ്ടും 1 കപ്പും കൂടി ഒഴിച്ചു. അതിനുശേഷം ഒരു ഗ്രാമ്പു അതിലേക്ക് ആഡ് ചെയ്തു. 1 ഗ്രാമ്പു മതി കേട്ടോ. അടച്ചു വെച്ചു. നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേനും മറ്റേ സിമ്മിൽ വെച്ചിട്ട് 1 വിസിൽ മതി കേട്ടോ. 1 വിസിലിന് നമ്മുടെ ഐറ്റം വെന്തു. അതിനുശേഷം ഒരു മുട്ട പൊരിച്ചതും, അത് ഞാൻ എന്താ പറയുക, ഒരു ബുൾസൈ ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് മുട്ട പൊരിച്ച പോലെ ആയിപ്പോയി. പിന്നെ പപ്പടം എല്ലാം കൂടെ പാത്രത്തിലാക്കി സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ബിരിയാണി ഒരു 1 വിസിലടിച്ച ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായ ഒരു തട്ടിക്കൂട്ട് തക്കാളിച്ചോറ്, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു തക്കാളിച്ചോറാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്തു. അച്ചാറെടുത്തു പാത്രത്തിൽ. നേരത്തെ ഞാൻ പപ്പടവും മുട്ട പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ചാർ, ഈ അടപ്പാണ്, അടയാൻ എന്തൊരു പാടാന്നറിയോ. ഇതാ വരുന്നു. വീണ്ടും തുറക്കും, വീണ്ടും അടയ്ക്കും. അതിനുശേഷം അവനെ ഞാൻ ഒരു വിധത്തിൽ അടച്ച്. പിന്നെ എനിക്ക് കുറച്ച് കഴിക്കാനായിട്ട് ഞാൻ എടുത്തു. പപ്പടവും മുട്ട പൊരിച്ചതും, കുറച്ച് ബിരിയാണിയും, കുറച്ച് തൈര് എനിക്ക് കൊണ്ടുപോകാനായിട്ടാണ്. തക്കാളി ചോറാണേലും തൈരില്ലെങ്കിൽ ഒരു സ്വാദില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് കഴിക്കട്ടെ.
അതിനുശേഷം ഇതാ കൊണ്ടുപോകാനുള്ള എല്ലാം എടുത്ത് വെച്ചു. ഇതാണ് കണ്ടോ 3 പാത്രത്തിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാനുള്ള റൈസ് ചൂടാറിയതിന് ശേഷം എൻ്റെ പാത്രം എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ എടുത്തിട്ടു. ഒരു മുട്ട പൊരിച്ചത് വെച്ചു. അതിനുശേഷം ഇതാ റെഡിയായി, ഫുഡെല്ലാം കഴിച്ചു. വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ ചെടികളെല്ലാം നിൽപ്പുണ്ട്. ഞാൻ അവർക്കെല്ലാം കുറച്ച് വെള്ളം കൊടുത്തു. എല്ലാവരും ദാഹിച്ച് നിൽക്കുമായിരുന്നു, അവർക്കെല്ലാം കുറച്ച് വെള്ളവും കൊടുത്തു. ഇതുണ്ട്, ഇതൊരു വയലറ്റ് കളർ ചെടി, എനിക്ക് പേരറിയില്ല. ഇതൊരു വാടാമുല്ല കളർ ചെടിയാണ്, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഇത് അപ്പുറത്തെ വീട്ടിലെ കടലാസ് ചെടിയാട്ടോ, അത് നമ്മൾ ഇങ്ങോട്ട് നീണ്ടു വരുന്നുണ്ട്. നമ്മുടെ ചെറിക്കുട്ടന്മാരെല്ലാം റെഡ് കളറായിട്ടുണ്ട് കേട്ടോ, ഒരു റെഡിഷ് കളറായിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എല്ലാവരും നിൽക്കുന്നുണ്ടോ? പക്ഷേ ഇത് എന്ത് ചെയ്യുമെന്നറിയില്ല, ഇത് ഇങ്ങനെ നിന്നങ്ങ് പഴുത്ത് പോകും. നമ്മൾ സാധാരണ തിന്നപ്പോലും നമ്മുടെ പല്ലിൽ കറ വരും. അതിങ്ങനെ നിൽക്കുന്ന കാണാനാണ് ഒരു ഭംഗി. അതിനുശേഷം എന്താ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ റംബൂട്ടാൻ, അവരൊക്കെ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് പറിക്കാൻ. കഴിഞ്ഞ ദിവസം വീണ കാറ്റത്ത് വീണതാട്ടോ. പിന്നെ ഞാൻ എന്താ പോകാൻ റെഡിയായി, ജോലിക്ക് പോട്ടെ.